ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി യൂണോ കളിക്കാം നമുക്ക്. അപ്പോൾ യൂണോ കളിച്ചാലോ? ഇത് സാനിക്കുട്ടിയുടെ വീടാണ്. യൂണോ എങ്ങനെയാണ് കളിക്കുക? ഊണോ കളിക്കുന്നത് ഊണെന്ന് വെച്ചാൽ ട്രഡീഷണലായി ഞങ്ങൾ എല്ലാവരും കുടുംബത്തിൽ കളിച്ചു വരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ കുടുംബപരമായിട്ട് ഇത് കൈമാറിയേ വരൂ. ജനങ്ങളിലേക്ക് എത്തിക്കാൻ താല്പര്യമില്ല എന്നാലും പറയൂ, എങ്ങനെയാണ് കളിക്കുക? അത് കളിക്കേണ്ടത് നമ്മൾ 1 മുതൽ 7 വരെ സംയോജിതമായി ഏർപ്പെടുത്തണം. ഭിന്നസംഖ്യകളായി അവിഭാജ്യ ഘടകമാണോ? അവിഭാജ്യ ഘടകം വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ എല്ലാം ലെസ്സാകും. അത് അപ്പോൾ ആക്ച്വലി യൂണോ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഗെയിമാണ്. അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് കളിക്കാൻ പറ്റൂ. ഇല്ലാത്തവർ കളിക്കരുത്. അതുകൊണ്ടാണ് ഞാനും ദില്ലിയും ഇവിടെ കളിച്ചിട്ട് അവിയേട്ടനെ അവിടെ ഇരുത്തിക്കുന്നത്. ഞാൻ കളിക്കുന്നുണ്ടല്ലോ, ഞാനും ഫസ്റ്റ് ജയിച്ചു ഗൈസ്. ഏറ്റവും കൂടുതൽ മാക്സിൽ പുലിയായ ഞാൻ ഈ ഗെയിമിൽ ജയിച്ചു. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത്. ഇവർ രണ്ടാളുമാണ് ഇപ്പോൾ കളിക്കുന്നത്. കോമ്പറ്റീഷൻ. നിങ്ങൾ ആര് ജയിക്കും? ഞങ്ങൾ ജയിക്കുന്നത്, ഞാൻ കളർ പറയേണ്ടത് ഇടത്തെ മഞ്ഞ. ഏതാ ജയിക്കുക? ആരാ ജയിക്കുക? ഞാനും ജയിക്കുന്നത്, കാരണം ഞങ്ങൾ പരമ്പരാഗതമായി കൈമാറിയതാണ്. ജയിച്ചു. നിങ്ങളുടെ ഈ തോൽവിയിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? എനിക്ക് വിഷമമില്ല, കാരണം ഞാൻ പഠിപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ് ഇവിടെ ജയിച്ചത്. അപ്പം നിങ്ങൾ കുടുംബക്കാരാണല്ലേ? കുടുംബക്കാർ. അതെ. യൂണോ കളിച്ച് മടുത്തു. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പരമ്പരാഗതമായ കളിയിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം എന്ത് കളിയാണ് നമ്മൾ കളിക്കുക ഇനി? സാനിയുടെ മനസ്സിൽ എന്തെങ്കിലും? ഐസ് ആൻഡ് വാട്ടർ. അപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത്. ഇത് മാഗ്നറ്റ് ആണ്. അൺബോക്സിംഗ് ആണോ? അൺബോക്സിംഗ്. ബ്ലാക്ക് ഓർ വൈറ്റ് രണ്ടും അതിൻ്റെതായ സൗന്ദര്യമുള്ളതിനാൽ നമ്മൾ ഏതും എടുക്കും. നമുക്ക് വൈറ്റ് എടുത്താലോ? രണ്ടും എടുത്താലും നമുക്ക് കളിക്കാൻ പറ്റും. അതെ, ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് വൈറ്റ് വേണമെന്നാണ്. അല്ലാണ്ട് വൈറ്റും ബ്ലാക്കും എടുക്കാണ്ട് കളിക്കാൻ പറ്റൂല എന്നറിയാം. അതെ, അതെന്തിനാ വൈറ്റ് വേണമെന്ന് പറയുന്നു? വൈറ്റ് ആണ് എനിക്കിഷ്ടം, മൈ ഫേവറേറ്റ് കളർ. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു വെളുത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കും. ഞാൻ അങ്ങനെ ഒരു റേസിസ്റ്റ് അല്ല. പിന്നെ എന്തിനാ ഇപ്പോൾ റേസിസം പറ്റും? ഇത് എനിക്ക് കളറിൽ വൈറ്റ് ആണ് ഇഷ്ടം. അതെന്താ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടാൽ? ബിക്കോസ് ചെസ്സിൽ നമ്മൾ വൈറ്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കളിക്കാം. ഫസ്റ്റ് നമ്മൾ കളിക്കാൻ പാടില്ല. അതെന്താ? എതിരാളിയുടെ മൂവ് മനസ്സിലായി വേണം കളിക്കാൻ. വലിയ ആൾക്കാരൊക്കെ ഫസ്റ്റ് ആണ് കളിക്കാറ്. ഞാൻ സെക്കൻഡ് ആണ് കളിക്കാൻ. നീ വലിയ ആളല്ല. ചെസ് കളിച്ച് പൂട്ടി വെച്ചാലോ? ഏയ്, പൂട്ടി വെക്കണ്ട, നമുക്ക് ചെസ് തന്നെ കളിക്കാം ഗൈസ്. വേണ്ട, മതിയായി, പൂട്ടി വെക്കാം. പൂട്ടട്ടെ. ഇതെന്താ വീഴാതെ? ഇത് മാഗ്നറ്റ് ആണ്, ചെസ് അല്ല. വാവ്, ബ്യൂട്ടിഫുൾ. കളിയുടെ അവസാനത്തോടെത്തി. ആര് തോക്കുമെന്നോ ആര് ജയിക്കുമെന്നോ നമുക്കറിയില്ല. ദിലിന് ടെൻഷനിലാണ്, സാനി അതിലേറെ ടെൻഷനിലാണ്. കളി നമുക്ക് ശ്രദ്ധിക്കാം. ഇടം വലം തിരിയാൻ പറ്റാതെയാണ് സാനി ഉള്ളത്. ദിലിന് ആലോചിച്ച് ഏതോ കാര്യം നീക്കുന്നുണ്ട്. ചെക്ക്. ഓവർ. പൊട്ടിയാ ബോട്ട്, മൈ ചെസ് ബോട്ട്. ഇതെന്നാ? ഇതിന്റെ ലേബലാ, ഇത് ഇതിൻ്റെ ഒന്നുമല്ല. ഗായ്സ്, ദേഷ്യം വന്നിട്ട് ഇവൾ ഇത് പൊട്ടിച്ചു. എന്തൊരു ദേഷ്യമാണ് ഈ ഉത്സവ രാവിൽ. ദിലിനൊക്കെ എന്ത് പറയാനുണ്ട്? സന്തോഷം. ജയിക്കുമെന്ന് പ്രതീക്ഷയായിരുന്നോ? അതെ, ഞാനാണ് എപ്പോഴും ജയിക്കാറ്. അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. വീഡിയോസ് കാണാം. Please subscribe, bell button like. Good night. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച്